വാർത്തയിലേക്ക് വിശദമായി. വയനാട് മാനന്തവാടിയിൽ തോട്ടം തൊഴിലാളിയെ കടുവ കൊന്നു തിന്നു. വനം വകുപ്പ് താൽക്കാലിക വാച്ചർ അപ്പച്ചന്റെ ഭാര്യ രാധയെയാണ് കടുവ കടിച്ചു കൊന്നത്. ക്രിക്കറ്റ് താരം മിന്നുമണിയുടെ അമ്മായിയാണ് മരിച്ച രാധ. പ്രിയദർശിനി എസ്റ്റേറ്റിന് മുകളിലെ വനഭാഗത്ത് കാപ്പി പറിക്കാൻ പോയപ്പോഴാണ് കടുവ ആക്രമിച്ചത്. ശരീരഭാഗങ്ങൾ ഭക്ഷിച്ച നിലയിലായിരുന്നു. തണ്ടർബോൾട്ട് സംഘമാണ് മൃതദേഹം കണ്ടത്. കടുവയെ പിടികൂടാനായില്ലെങ്കിൽ വെടിവെച്ചു കൊല്ലാൻ വനം മന്ത്രി ഉത്തരവിട്ടു. കടുവയെ വെടിവെച്ച് പിടിച്ച് ചെയ്യാനുള്ള ഉത്തരവ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ അതുമായി സഹകരിച്ച്, കാരണം പുറത്തു വന്ന് ആക്രമിച്ചതല്ല എന്നൊരു, പക്ഷെ അത് നമ്മൾ നോക്കുന്നില്ല. വനത്തിന് പുറത്തു വന്നില്ല, വനത്തിനുള്ളിലാണ് ഇത് സംഭവിച്ചത്. പക്ഷേ അവിടുത്തെ ഞാൻ മനസ്സിലാക്കിയത് അവിടുത്തെ ഒരു വാച്ചറുടെ ഭാര്യയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ആ നിലക്ക് തന്നെ പരിഗണിച്ചുകൊണ്ട് ആവശ്യമായ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ഇവിടുന്ന് ബോഡി കിടന്ന സ്ഥലത്തോട്ട് പോയത് ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അങ്ങനെ കണ്ടിട്ട് അവിടുന്ന് ഈ വലിച്ചുകൊണ്ട് പോയ പാട് നോക്കിയിട്ട് തിരിച്ചു വരുമായിരുന്നു. അങ്ങനെ വരുമ്പോൾ തൊട്ട് മുമ്പിൽ കിടക്കുന്നുണ്ടായിരുന്നു കടുവ. കിടക്കുന്ന ഒരു ഗർജനം കേട്ടു, നമ്മളത് കാര്യമാക്കില്ല. അത് കഴിഞ്ഞ് അതേപോലെ തന്നെ ഒരു സൗണ്ടും കൂടെ കേട്ടിട്ട് നോക്കും മുമ്പിൽ പോയ ആള് നോക്കുമ്പോൾ തൊട്ട് മുമ്പിൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. ഒരു 10 മീറ്റർ അകലേ ഉള്ളൂ. അവിടെ കിടക്കുമായിരുന്നു. അത് എണീറ്റിട്ട് മെല്ലെ മേലോട്ട് നടന്നു പോയി. മുമ്പിൽ പോയ ആള് കടുവ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഓടിയപ്പോൾ ഞാനവിടെ പെട്ടുപോയി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓടി ഇവിടെ പോലീസുകാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോലീസുകാരോട് പറഞ്ഞു അവിടെ ഉണ്ട്, സാധനം കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വിളിച്ചെന്ന് തോന്നുന്നു, ഫോറസ്റ്റുകാരെ വിളിച്ചിട്ട് അങ്ങനെയാണ് വന്നതെന്ന് തോന്നുന്നു. കണ്ടിട്ട് നടന്നു പോയത് മെല്ലെ നടന്ന് മാറി. ആയാലും കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ ഞങ്ങൾ ഓടി കിടന്നു. പിന്നെ അത് പോകുന്നത് നോക്കാൻ നിന്നില്ല. അപ്പോൾ നമ്മളതിനെ കണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു 2-3 മീറ്റർ ഇങ്ങനെ നടന്നപ്പോഴത്തേക്കും ഞങ്ങൾ റിട്ടേൺ ഓടിപ്പോന്നു. വലിയ വലിപ്പമുള്ള അത്യാവശ്യം വലിപ്പമുണ്ട്. ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് പോയിട്ടില്ല. എന്തായാലും ഈ കാട്ടിൽ തന്നെ ഉണ്ട് സാധനം. അത്ര അടുത്തുണ്ട്. ഒരു 20 മീറ്റർ ഗ്യാപ്പിൽ തന്നെ ആ സാധനം ഉണ്ടായിരുന്നു. അതിപ്പോ സംഭവം നടന്നിട്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ആയിട്ടുള്ളൂ അല്ലേ? ഇപ്പം ഞാൻ 3 മണിക്ക് ശേഷമാണ് ഞങ്ങൾ കണ്ടത്. 3 മണിക്ക് ശേഷമായിരുന്നു കണ്ടത്. നേരത്തെ വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയർന്നത്. മന്ത്രി OR കേളുവിനെ പ്രദേശവാസികൾ തടയുന്ന സാഹചര്യവുമുണ്ടായി. മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കാതെയായിരുന്നു പ്രതിഷേധം. കുടുംബത്തിന് 11 ലക്ഷം രൂപ സർക്കാർ ധനസഹായം നൽകാൻ തീരുമാനമായിട്ടുണ്ട്. 5 ലക്ഷം ഇന്ന് തന്നെ കൈമാറാനും തീരുമാനിച്ചു. മക്കളിൽ ഒരാൾക്ക് ജോലി നൽകാനും തീരുമാനമായി. ഈ ഉറപ്പിനെ തുടർന്നാണ് പിന്നീട് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി. സംഭവം നടന്ന സ്ഥലത്ത് നിന്നും MS അനീഷ് കുമാർ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, വളരെ ദുഃഖകരമായ സംഭവമാണ് ഉണ്ടായത്. അതിനുശേഷം മണിക്കൂറുകൾ നീളുന്ന പ്രതിഷേധം കണ്ടു. ഇപ്പോൾ കുടുംബത്തിന് ധനസഹായവും ജോലി വാഗ്ദാനവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതോടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ അനീഷിനോട് സംസാരിച്ച ഒരാൾ പറയുന്നത് ആ സ്ഥലത്തിനടുത്ത് തന്നെ കടുവയുടെ സാന്നിധ്യം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു, കടുവയെ കണ്ടിരിക്കുന്നു എന്നതാണ്. കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ അവിടെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? രേണുക, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇപ്പോൾ കടുവയെ പിടികൂടാനുള്ള കൂട് വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഒരുക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഈ കൂടിന് ചുറ്റും ഏതാണ്ടൊരു ഈ വനം എന്ന് തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആട്ടിൻകൂട് എന്നൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള ചെടികളും ഇലകളും ഒക്കെ വെച്ച് മറച്ച് അത് പൂർണ്ണമായും ഒരു കൂടല്ല എന്ന് കടുവയെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കൂട് നിർമ്മാണം നടക്കുന്നത് നമ്മൾ കാണുന്നു. നേരത്തെ പുൽപ്പള്ളിയിൽ കടുവ വന്നപ്പോൾ ജനവാസ മേഖലകളിൽ കയറി ആടുകളെ നിരന്തരം കൊലപ്പെടുത്തുന്ന സംഭവം ഉണ്ടായപ്പോഴും ഏറ്റവും ഒടുവിൽ നിർമ്മിച്ച കൂടാണ് അതിലേറ്റവും നിർണായകമായി മാറിയത്. അന്ന് ഒരു ആട്ടിൻ കൂടിനോട് സമാനമായ രീതിയിൽ ഒരു ഒറ്റനോട്ടത്തിൽ ആട്ടിൻകൂടെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു കൂടാണ് അന്ന് ക്രമീകരിച്ചത്. അതിനുള്ളിൽ ജീവനുള്ള ആടിനെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിനു മുമ്പ് പലതവണ കൂടൊരുക്കിയപ്പോഴും ഈ കടുവ ഈ കൂടിന് ചുറ്റും നടക്കുന്നെങ്കിലും കൂട്ടിൽ കയറാതെ വഴുതി മാറി നടക്കുന്ന ഒരു രീതി കാണിച്ചിരുന്നു. എന്തായാലും അതുകൊണ്ട് തന്നെയാണ് ഇത് പൂർണ്ണമായും ഈ ഇലകൾ കൊണ്ട് മറച്ചത് കൂടാണോ ഇലച്ചാർത്തുള്ള ഒരു സ്ഥലമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം മാറ്റുന്ന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രാധയെ ഈ കടുവ പിടികൂടിയതിന് ഏതാണ്ട് ഒരു 10 മീറ്റർ പോലും മാറിയല്ല ഇപ്പോൾ ഈ ക്രമീകരണങ്ങൾ ഒരുക്കിയത്. നേരത്തെ നമ്മളോട് സംസാരിച്ച ഷിനോജ് എന്ന നാട്ടുകാരൻ പറഞ്ഞത് 3 മണി സമയത്തും ഈ കടുവയുടെ സാന്നിധ്യം അവർ കണ്ടു. അവർ നേരിട്ട് കടുവയെ കണ്ടു. താരതമ്യേന വലിപ്പമുള്ള ഒരു കടുവ ആണ് ഈ രാധ മരിച്ച സ്ഥലത്തേക്ക് പോയപ്പോൾ. അതേപോലത്തോടൊപ്പം മറ്റു ചിലർ കൂടി ഉണ്ടായിരുന്നു.
അങ്ങനെ പോയപ്പോഴാണ് ആ കടുവയുടെ ആ സാന്നിധ്യം അനുഭവപ്പെട്ടതെന്നാണ് അവർ പറഞ്ഞത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ സ്പോട്ടിലാണ്. അവിടെ നിന്ന് ഏതാനും വാരകൾ മാത്രമാണ്. ഇവിടെ ഈ കൂട് നിർമ്മാണം നടക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്പോട്ടുള്ളത്. അതായത് ഈ രാധയെ കടുവ പിടിച്ചു എന്ന് പറയുന്ന സ്ഥലം അത് പ്രത്യേകം മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗമാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന, ഈ ടാഗ് ചെയ്തിരിക്കുന്ന ആ സ്ഥലത്ത് വെച്ചാണ് രാധയെ ഈ കടുവ പിടികൂടിയത്. ഇതിനുശേഷം കാട്ടിലേക്ക് ആ കാട്ടിലെ ഉൾക്കാട്ടിലേക്ക് വലിച്ചുകൊണ്ടുപോവുകയും അവിടെ നിന്നാണ് മൃതശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിക്കുകയും ചെയ്തത്. ഈറയൊക്കെ വളർന്നു നിൽക്കുന്ന വളരെ നിബിഡമായ ഒരു വനമേഖലയാണ്. ഇവിടെ നിന്നും അങ്ങോട്ടും ജനവാസ കേന്ദ്രങ്ങൾ ഏതാണ്ട് അവസാനിക്കുന്ന ഒരിടമാണ്. അതായത് കാടും ഈ കൃഷിയിടവും തമ്മിലുള്ള ഒരു വേർതിരിവുള്ള ഒരു ചെരുവ്, ഒരു താഴ്വാര ഭാഗമാണിത്. മറുവശത്ത് കാപ്പി നിൽക്കുന്നത് കാണാം. ആ കാപ്പിത്തോട്ടത്തിൽ കാപ്പിക്കുരു പറിക്കാനായി എത്തിയപ്പോഴാണ് ഇത്തരമൊരു ദുരന്തത്തിലേക്ക് ആ വീട്ടമ്മ വഴുതി വീണത്. എന്തായാലും അതിനുശേഷം വലിയ പ്രതിഷേധങ്ങളാണ് ഈ ഭാഗത്ത് വരുന്നത്. മന്ത്രി OK കേളു അടക്കമുള്ളവർ സ്ഥലത്തെത്തിയെങ്കിലും ആളുകളുടെ പ്രതിഷേധം കാരണം ഇവിടെ നിന്നും മടങ്ങേണ്ടി വന്നു. ഇപ്പോൾ നമുക്ക് വിദൂര ദൃശ്യങ്ങളിൽ കാണാം മന്ത്രിയൊക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ നാട്ടുകാരുമായി പറഞ്ഞ് തീർത്ത് പരിഹരിച്ചു. കടുവയെ വെടിവെച്ച് ഇടാനുള്ള ഒരു ഉത്തരവ് തന്നെ സർക്കാർ നൽകി. കൂടുവെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തും, മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. ഇത് രണ്ടും നടന്നില്ലെങ്കിൽ നരഭൂജിയായ കടുവ എന്ന പരിഗണിച്ച് ഈ കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാർ അതിനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം വലിയൊരു അളവ് വരെ കുറഞ്ഞത്. 15 ലക്ഷം രൂപ